പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മാഞ്ഞു. ഇത് കർത്താവിനെ ഗർഭം ധരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ മാതാവ് കർത്താവിനെ ഗർഭം ധരിക്കുന്ന ആ ഒരു സന്ദർഭം. ജോസഫുമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. മാതാവ് കന്യകയാണ്. പെട്ടെന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മാതാവിനോട് പറയുകയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ മാതാവ് പറയുന്നു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദേവദൂതൻ പറയുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ മറിയത്തിൻ്റെ റെസ്പോൺസ്, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാണ് ഒരു റൈറ്റ് ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്. ഒരു ശരിയായ ഒരു ക്രിസ്ത്യൻ നിലപാട്. അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. അങ്ങ് എന്നിൽ വളരുകയും ഞാൻ കുറയുകയും വേണം. ദിസ് ഈസ് ദി റൈറ്റ് ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്. ഇന്ന് ഈ വചനം ആസ് എ കോയിൻസിഡൻസ് വന്നതാണ്. പക്ഷേ എനിക്കിന്നൊരു ഫോൺ കോൾ വരികയാണ്. എന്നിട്ട് പറയുന്നു, എൻ്റെ കുഞ്ഞ് ഒരു 70% ഓട്ടിസ്റ്റിക് ആണ്. അപ്പോൾ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കങ്ങനെ വലിയ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ല നിലപാട്, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അങ്ങയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല. വീണ്ടും പറയുന്നു, സങ്കീർത്തനം 127:3, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പം അത് എങ്ങനെയുള്ള മക്കളൊന്നും പറയുന്നില്ല. എല്ലാ മക്കളും കർത്താവിൻ്റെ സമ്മാനമാണ്. കഴിവുകൾ കുറഞ്ഞവരുണ്ടാകാം, കഴിവുകൾ കൂടിയവരുണ്ടാകാം, നല്ല സ്വഭാവമുള്ളവരുണ്ടാകാം, ചീത്ത സ്വഭാവങ്ങളുള്ളവരുണ്ടാകാം, മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടവരുണ്ടാകാം, പഠിത്തത്തിൽ പുറകിൽ നിൽക്കുന്നവരുണ്ടാകാം, എല്ലാത്തിലും മുൻപന്തിയിൽ നിന്നിട്ട് അവസാനം ജീവിതം പരാജയപ്പെട്ടു പോയവരുണ്ടാകാം, ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നവരുണ്ടാകാം, മാതാപിതാക്കളെ നോക്കാത്തവരുണ്ടാകാം, കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് കാരണന്മാരെ മര്യാദയ്ക്ക് നോക്കാത്തവരുണ്ടാകാം. എങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും മക്കൾ കർത്താവിൻ്റെ ദാനമാണെന്ന്, കർത്താവിൻ്റെ സമ്മാനമാണെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാനൊരു സ്കൂളിൽ പോയ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. അന്ന് എനിക്ക് ഇത്രയ്ക്ക്
ഒരു ലോക പരിജ്ഞാനമൊന്നുമില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്കൂളിലേക്ക് മകൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ 2 സ്പെഷ്യൽ സ്കൂളുമുണ്ട്, നോർമൽ സ്കൂളുമുണ്ട്. ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഉള്ള കുട്ടികൾക്ക്, ഓട്ടിസമൊക്കെയുള്ള കുട്ടികൾക്ക് വേറെ സ്കൂൾ, അതിനകത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. നോർമലായിട്ടുള്ള കുട്ടികൾക്ക് വേറെ സ്കൂളുണ്ട്. അപ്പം അന്ന് എൻ്റെ അറിവില്ലായ്മ മൂലം ഞാൻ ആ സിസ്റ്ററിനോടൊരു വാക്ക് പറഞ്ഞു, മെൻ്റലി ചലഞ്ച്ഡ് എന്നൊരു വാക്ക്. അപ്പം ആ സിസ്റ്റർ മനഃപൂർവ്വം എന്നെ ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് ഈ ഡിഫറൻ്റ്ലി ഏബിൾ കിഡ്സ് അവർ വരച്ചിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ എന്നെ കാണിക്കുകയാണ്. എത്ര മനോഹരമായിരിക്കും, എത്രമാത്രം കഴിവുകളാണ് ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താലന്തുകളില്ലാതെ കർത്താവ് ആരെയും ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടില്ല. എല്ലാവർക്കും കർത്താവ് കഴിവുകൾ കൊടുത്തിരിക്കുന്നു. ആ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നതാണ് മാതാപിതാക്കളുടെ കർത്തവ്യം. കാരണം ഈ കുഞ്ഞുങ്ങൾ നമ്മളുടേതല്ല, കർത്താവ് നമ്മൾക്ക് സമ്മാനമായി നൽകിയതാണ്. അപ്പോൾ ഈ ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇതാണ് അതിൻ്റെ കറക്റ്റ് ക്രിസ്തീയ ചിന്ത. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ടാൽ നമ്മുടെ പ്രോബ്ലങ്ങൾ വളരെ നിസ്സാരമായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കർത്താവിന് എല്ലാത്തിനും നന്ദി പറയുക. ഒരു സാധാരണ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾക്ക് പോലും കർത്താവിന് നന്ദി പറയുക. കാരണം പലപ്പോഴും ആ പ്രതിസന്ധികൾ വേറെ രൂപത്തിൽ അനുഗ്രഹങ്ങളായി മാറും. വീണ്ടും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പം നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ വിനയമുള്ളവരായി അനുസരണയോടെ നമുക്ക് വർത്തിക്കാം. നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് അനുദിനം കർത്താവിന് നന്ദി പറയാം. കർത്താവ് നമുക്ക് സമ്മാനമായി നൽകിയ നമ്മുടെ മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും എല്ലാം കർത്താവിന് നന്ദി പറയാം. അവർ എങ്ങനെയുള്ളവരായിക്കോട്ടെ, അവർക്ക് എന്തൊക്കെ കുറവുകളുണ്ടായിക്കോട്ടെ, അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടായിക്കോട്ടെ, കർത്താവ് നൽകിയ സമ്മാനം പ്രഷ്യസായിട്ട് നമുക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് അവയെല്ലാം കൂടുതൽ തിളക്കമുള്ളവ ആക്കിയെടുക്കാം. ഇതായിരിക്കും കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ദൗത്യം. അപ്പോൾ പ്രതിസന്ധികളെ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളായി കണ്ടുകൊണ്ട് മുന്നേറുവാനുള്ള ശക്തിക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലുള്ള പല പല പരാജയങ്ങളും കർത്താവിൻ്റെ ലോങ്ങർ റൺ അതെല്ലാം വിജയങ്ങളായി മാറും. നമുക്ക് കർത്താവിൻ്റെ കൃപ മാത്രം മതി.
ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. നമുക്ക് ആ വിളിക്ക് കാതോർക്കാം. നമ്മളെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കാം. കർത്താവിൻ്റെ വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ കുറേശ്ശെ ആളുകൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. അങ്ങയുടെ ഹിതമനുസരിച്ച് അതിനുള്ള പ്രതിവിധികളും പോംവഴികളും എല്ലാം തക്ക സമയത്ത് അങ്ങ് അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.